താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. എത്ര നേരം അങ്ങനെ നിന്നൂന്നറിയില്ല. അവസാനം ദേവൂട്ടൻ മുറിയിലേക്ക് വന്ന് അവന്റെ ഏതോ ബുക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ മാത്രമാണ് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി അവിടെ നിന്നും മാറിയത്. തപ്പി വന്നത് കിട്ടി ദേവൂട്ടൻ മുറിയിൽ നിന്നും ഇറങ്ങിയതും സത്യ മിത്തുവിനെ നോക്കി നിന്നു. ചോദ്യങ്ങളോ പറച്ചുകളോ ഒന്നുമില്ലാതെ, എന്നാൽ അവളിൽ നിന്നും തന്റെ സംശയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിന്നു. അതേസമയം മുന്നിൽ നിൽക്കുന്നവരോട് എങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ നിസ്സഹായതയോടെ മിത്തു അവളെ നോക്കി നിമിഷങ്ങളോളമാണ് നിന്നുപോയത്. പിന്നെ മനസ്സിൽ ഉരുവായതെന്തോ ആലോചിച്ചുറപ്പിച്ച പോലെ പറയാൻ തുടങ്ങിയതും അപ്പു അവിടേക്ക് വന്നവളെ തോളിൽ ചേർത്ത് പിടിച്ചു നിർത്തി. സഹ്യക്കൊച്ചേ. പെട്ടെന്നുള്ള അവന്റെ പ്രത്യക്ഷപ്പെടൽ ഒന്നും ഞെട്ടിയവൾ അപ്പുവിനെ രൂക്ഷമായി നോക്കി. എന്നാൽ അത് കണ്ടിട്ടും അവന്റെ ചുണ്ടിൽ നിന്നും കുസൃതി മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവളിൽ ഇനി എത്രയൊക്കെ വിശദീകരിച്ച് നിന്നോട് പറയാൻ ശ്രമിച്ചാലും നിനക്ക് അവിടെ ഇവിടെയൊക്കെ സംശയം മാത്രമേ മിച്ചം കാണുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് ഏട്ടൻ പറയുന്ന മാത്രം കേൾക്കാൻ നോക്ക്. അല്ലാതെ ഇവളെ നോക്കി ഇങ്ങനെ ദഹിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ ചിരിച്ചുകൊണ്ട് സഹിയോട് പറഞ്ഞ് മിത്തുവിനെ നോക്കി കണ്ണു ചിമ്മി. എങ്കിൽ അപ്പുവേട്ടൻ പറഞ്ഞു, എന്തായി കണ്ടതൊക്കെ? നീ കണ്ടതൊക്കെയാ അപ്പുവിന്റെ സന്തോഷം. അപ്പുവിന്റെ മാത്രം അമ്മു അവളെ ഒന്നുകൂടെ നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. നീ ഒരുപാട് ചോദിച്ചിരുന്നില്ലേ എന്റെ പ്രണയം, അതിനെപ്പറ്റി നിനക്കറിയണമെന്ന്. വൃത്തിയായി നോക്കിയോ, ഇതാണ് അപ്പുവിന്റെ പ്രാണൻ, എന്റെ ഈ കൊച്ച്. തോളിൽ ഒന്നുകൂടെ പിടിമുറുക്കി അവനത് പറയുമ്പോൾ മിത്തുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ ആ നിമിഷം അനുഭവിക്കുന്ന സന്തോഷം, സംഘർഷം, വെപ്രാളം ഒക്കെ. പക്ഷെ പിന്നെയും പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത എന്തൊക്കെയൊക്കെ അതിൽ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഹൃദയങ്ങൾക്ക് മാത്രം തൊട്ടറിയാൻ പറ്റുന്ന എന്തോ ഒന്ന്. അവൾ ആ നെഞ്ചിലേക്ക് തല ചായ്ച്ച് അവനെ ഒന്ന് നോക്കി. അറിയാതെ അവളുടെ വിരലുകൾ അവനെ ഒന്ന് വേദനിപ്പിച്ചു. അതറിഞ്ഞിട്ടും കണ്ണു ചിമ്മി അവളെ ഒന്ന് നോക്കി ചിരിച്ച് സ്വപ്നലോകത്തിൽ എന്നപോലെ നിൽക്കുന്ന സഹിക്ക് മുന്നിലേക്ക് അവനൊന്ന് വിരൽ ഞൊടിച്ചു. അപ്രതീക്ഷിതമായി കൺമുന്നിൽ സംഭവിച്ചു പോയത് കൊണ്ടാണോ എന്തോ ഇപ്പോഴും ചുറ്റും നടക്കുന്നത് എന്തെന്ന് വ്യക്തമായി വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു ഡെലിമ അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. അത് അപ്പൂനും അമ്മൂനും മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ടായിരുന്നു. സഹ്യ. ഇടത് കൈയിൽ ഒതുക്കി പിടിച്ചവളെ അകറ്റാതെ തന്നെ അപ്പു തന്റെ അനിയത്തിക്കുട്ടിയുടെ മുന്നിലേക്ക് വലതു കൈ നീട്ടിപ്പിടിച്ചു. അവൾ അടുത്തേക്ക് ചെന്ന് നിന്നു. ഇത്രയ്ക്കങ്ങ് ആലോചിച്ചു കൂട്ടാൻ ഒന്നുമില്ല കുഞ്ഞെ. കാലങ്ങളായി ഞാൻ കൊണ്ടു നടന്ന ഇഷ്ടം ഇന്നലെ എനിക്ക് തിരിച്ചു കിട്ടി. സിമ്പിളായി പറഞ്ഞാൽ അത്രയുള്ളൂ കാര്യം, മനസ്സിലായോ? അവനെ കേൾക്കും പോലെ തലയാട്ടി നിൽക്കുമ്പോഴും സഹിയുടെ കണ്ണുകൾ മിത്തുവിൽ മാത്രമായിരുന്നു. പക്ഷെ ആ മിഴികൾ ഒരു നിമിഷത്തേക്ക് പോലും അപ്പുവിൽ നിന്നും മാറിയില്ലെന്നുള്ളത് പോട്ടെ, സഹ്യ തെഹ്ല അത്ഭുതത്തോടെയാണ് അവളുടെ ആ നോട്ടം പോലും നോക്കി നിന്നത്. ഇന്നലെ വരെ കണ്ടതുപോലെയല്ല, ഒരുപാട് മാറി. ചുറ്റും മറ്റാരുമില്ലാത്ത പോലെ, അവര് മാത്രമുള്ള ലോകം. ഓരോ നോട്ടത്തിലും പ്രണയം നിറഞ്ഞു തുളുമ്പുന്നു. സഹ്യ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളെ അപ്പുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം തോന്നേണ്ടതാണ്. പക്ഷെ പറ്റുന്നില്ല. തൊണ്ടക്കുഴിയിൽ വന്നെന്തോ ഉടക്കി നിൽക്കുന്ന പോലെ. അവരുടെ പുഞ്ചിരിച്ച മുഖം തന്നിലും പുഞ്ചിരി നിറയ്ക്കേണ്ടതാണ്. പക്ഷെ സാധിക്കുന്നില്ല. പേരറിയാത്തൊരു വികാരം മനസ്സിനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നു. ഹൃദയം തുറന്ന് മുന്നിലുള്ള സന്തോഷം അങ്ങോട്ട് അംഗീകരിക്കാൻ വയ്യ, ഒട്ടും തള്ളിക്കളയാനും. സഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ ഒപ്പം നിൽക്കുന്നവര് അത് കണ്ടില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ തന്നെ ആ നിമിഷം അവർക്ക് ചുറ്റും മറ്റാരും ഉണ്ടായിരുന്നില്ല. സതിയുടെ പുറത്തുനിന്നുള്ള വിളിയിലാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു മാറിയത്. അമ്മ വിളിക്കുന്നു, ഞാനിപ്പോ വരാം. മുന്നിൽ നിൽക്കുന്നവർക്ക് മുഖം കൊടുക്കാതെ സഹ്യ പുറത്തേക്കോടി. അപ്പേട്ടാ, സഹ്യ. ഒന്നുമില്ലടോ, അവൾ ഓക്കെയാണ്. പെട്ടെന്ന് കേട്ടതിന്റെ ഒരു ഷോക്ക്, വേറെ ഒന്നുമില്ല കൊച്ചേ. കവിളൊന്ന് വലിച്ചുവിട്ട് ഇടത് കണ്ണ് ഇറുക്കിയൊന്ന് ചിരിച്ചവൻ. ഒക്കെ അപ്പേട്ടൻ കാരണ. അവള് കവിള് തടവി കെറിയിച്ചു. അതെ, അപ്പേട്ടൻ കാരണം തന്നെയാണ്. അതിനിപ്പോ എന്താ വേണ്ടി? ഈ തവണ അവനും ചൊടിച്ചു. ഒന്നും വേണ്ട, ചെയ്തു തന്ന സഹായം തന്നെ ധാരാളം. അവള് കൈകൂപ്പിയവനെ കാണിച്ച് മുറിയിൽ നിന്നും പോകാൻ തുടങ്ങി. ദേ അമ്മു. എന്തമ്മു? ഞാൻ പതിയെ അവളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ലായിരുന്നോ? അതിന് സമ്മതിക്കാതെ ഇടയിലേക്ക് വന്ന് ഓരോരോ കുരുത്തക്കേട് ഒപ്പിച്ചതും പോരാ, ഇപ്പൊ ദേഷ്യം കാണിക്കാൻ വന്നിരിക്കുന്നു. അപ്പേട്ടന് മാത്രമല്ലേ ഉള്ളു ദേഷ്യം, ബാക്കി ആർക്കും ഇല്ല. ഈ തവണ മിത്തുവിന്റെ സംസാരത്തിലും പിണക്കം മുന്നിട്ട് നിന്നു. ഇതിപ്പോ അങ്ങനെ പതിയെ പറഞ്ഞു കൊടുക്കാൻ പാകത്തിൽ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അമ്മൂട്ടാ.
അവൾക്ക് ആദ്യമേ അറിയാവുന്നതാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. പിന്നെന്താ? പിന്നൊന്നുമില്ലേ? ദേഷ്യത്തിൽ അവൾ ചോദിക്കുന്നത് എന്താന്ന് മനസ്സിലായതും പിണങ്ങി അകന്നു നിൽക്കുന്നവളെ അടുത്തേക്ക് ചെന്ന് കൈകൾക്കുള്ളിലേക്ക് ഒതുക്കി പിടിച്ചു. അതമ്മോ, ഇത്തിരി കൈവിട്ടുപോയി. സോറി. കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ കുനിഞ്ഞു നിന്നു. എന്തേലുമൊക്കെ കാണിച്ചു വിട്ടിട്ട് ഇങ്ങനെ നിന്നാ മതിയല്ലോ. അത് പിന്നെ നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടല്ലേ? അതിന്റെ കൂട്ടത്തിൽ അവളുടെ ചോദ്യത്തിന് മുന്നിൽ ബബ്ബപ്പ അടിക്കുന്ന കണ്ടപ്പോ ഇഷ്ടമുള്ളതങ്ങ് കാണിച്ചു കൂട്ടി അല്ലേ? ചോദിക്കുമ്പോൾ ദേഷ്യം കണ്ട അവളുടെ മുഖം ചുവന്നിരുന്നു. വേളക്ക് ചിരിച്ചുകൊണ്ടവൻ പിന്നെയും അവളെ കെട്ടിപ്പിടിച്ച് മുഖം കഴുത്തിലേക്ക് പൂഴ്ത്തി നിന്നു. അപ്പേട്ട, ശോ, മാറി നിക്ക്. അവന്റെ പിടി മുറിയതല്ലാതെ ഒരിടത്തും അയയുന്നുണ്ടായിരുന്നില്ല. ഇതാ, അതുകൊണ്ടാ ഞാനൊന്ന് സമ്മതിച്ചു തരാത്തെ. സൂചി കുത്താൻ ഇടം കിട്ടിയാലും അപ്പേട്ടൻ എണ്ണി പിടിച്ചേ നിൽക്കും. മാറി നിക്കപ്പേട്ട, ആരെങ്കിലും കണ്ടാൽ. എന്റെ മഹാദേവ, എന്ത് മോശവാ. അവനെ തന്നിൽ നിന്നും അടർത്തി നിൽക്കുന്നതിൽ പരാജയപ്പെട്ട കൊണ്ടവൾ പുലമ്പി. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞേ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം കഴിയണമെന്ന്. അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ. എനിക്ക് എപ്പോ വേണേലും നിന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാം, മടിയിൽ കിടക്കാം, ഉമ്മ വെക്കാം. പറയുകയും നെറുകയിൽ 3-4 ഉമ്മ അവൻ നൽകി കഴിഞ്ഞിരുന്നു. ഞാനും ഹാപ്പി, നീയും ഹാപ്പി. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പർ അല്ലേ? ദേ അപ്പേട്ടാ, എക്സാം കഴിയാതെ നോ കല്യാണം. മിത്തു നിഷേധത്തോടെ തല വെട്ടിച്ചതും അപ്പുന് പിന്നെയും ദേഷ്യം വരാൻ തുടങ്ങി. പറ്റില്ല അമ്മു. അപ്പയും അമ്മയും കൂടെ ഏതോ ജോത്സ്യരുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ പുള്ളി മിക്കവാറും 1-2 ദിവസത്തിനകം കല്യാണത്തിനുള്ള മുഹൂർത്തം എടുക്കുകയും ചെയ്യും. കല്യാണമോ? ആ, കല്യാണം. ഈ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു തന്നാൽ കല്യാണം പിന്നെയും വല്ലാതെ നീണ്ടുപോകും. അത് പറ്റില്ല. അതുകൊണ്ട് ഡയറക്റ്റ് കല്യാണം. പറഞ്ഞുകൊണ്ട് സൈഡ് ടേബിളിലേക്ക് കയറിയിരുന്ന് അവളെയും പിടിച്ച് കാലിനടിയിലേക്ക് നിർത്തി. എന്റെ അപ്പേട്ട, ഞാനും അപ്പേണ്ണും ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ ധൃതി? ഒക്കെ സമാധാനത്തോടെ പോരെ? പറ്റില്ല. പക്ഷെ കല്യാണം എത്ര വേഗം നടത്തിയേ പറ്റൂ. അതുകൊണ്ട് അമ്മു, ഞാൻ ഒരിക്കൽ കൂടി പറയുക, കല്യാണം കഴിയുന്നതും വേഗത്തിൽ. അതിനുശേഷം മാത്രമേ എനിക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീയായി ഇടങ്കോളൊന്നും ഇടരുത്. വാശിയിൽ പറഞ്ഞവൻ നിർത്തി. എന്താ അപ്പേട്ടാ, എന്തേലും പ്രശ്നമുണ്ടോ? മിത്തു തീർത്തും വിഷണ്ണഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. കണ്ണും നിറഞ്ഞ് മുന്നിൽ നിൽക്കുന്നവളെ കാണെ അവന്റെ നെഞ്ചുമൊന്ന് പിടച്ചു. നോക്കമ്മോ. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തു. ട്രസ്റ്റ് മീ, നിനക്കിപ്പോ പോകുന്ന ലൈഫിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാമിടാ. അതിപ്പോ പഠിത്തത്തിന്റെ ആണെങ്കിലും എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും വേറെ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും. സത്യമായിട്ട് ഞാനായിട്ടൊരു ശല്യം ഉണ്ടാക്കില്ല. പക്ഷെ കല്യാണം അത് പെട്ടെന്ന് തന്നെ വേണം. ഏതാണ്ട് ഒരു നിർബന്ധം പോലെ അപ്പോ അത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും അവൻ ഉദ്ദേശിക്കുന്നതിൽ നിന്നൊരു മാറ്റം ഈ കാര്യത്തിന് ഉണ്ടാകാൻ ഇടയില്ലെന്ന് ഇതിനോടകം അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വാക്കുതർക്കത്തിനൊന്നും പോകാതെ അമ്മു അവന്റെ ഇഷ്ടം പോലെ തലയാട്ടി. അല്ലേലും എനിക്കറിയായിരുന്നു എന്റെ പൂച്ചക്കുഞ്ഞിന് ഇമ്മണി കഴിഞ്ഞിട്ടാണെങ്കിലും കാര്യമൊക്കെ മനസ്സിലാകുമെന്ന്. സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു പറയുമ്പോൾ അപ്പു നിലത്തെങ്ങുമല്ലായിരുന്നു. വീട്ടിലേക്ക് ഇറങ്ങി ഓടും വഴി എത്ര നിയന്ത്രിച്ചിട്ടും സഹിക്ക് സങ്കടം താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വരുന്ന മോളെ കണ്ടതും സതിയടക്കം എല്ലാവരും ഞെട്ടി. സഹ്യ, മോളെ എന്തു പറ്റി? എന്തിനാ നീ എന്നെ കരയുന്നേ? തന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുന്നവളെ ഭയപ്പാടോടെ ചേർത്ത് പിടിച്ച് സതി നീലനെയും ശ്രീയെയും നോക്കി. മോളെ എന്താടി? വെപ്രാളത്തോടെ ശ്രീയും നീലനും അവൾക്കരികിലേക്ക് ഇരുന്നു. മിത്തുവിന്? ദേവിക്ക് എന്തു പറ്റി? ശ്രീ ചാടി എഴുന്നേറ്റു. അവന്റെ മാറ്റം ആ നേരം ആരും ശ്രദ്ധിച്ചില്ല. ഒരുപക്ഷെ അവൻ പോലും. മിത്തുവിന് അപ്പുവേട്ടനെ ഇഷ്ടാണ്. പണ്ടേ ഇഷ്ടാണ്. വിക്കി മൂളിയും അത്രയും പറഞ്ഞൊപ്പിച്ചതും അവള് സതിയെ കെട്ടിപ്പിടിച്ച് പിന്നെയും ഏങ്ങലടിച്ച് കരഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ബോധമനസ്സിനെ കളിപ്പിച്ചിരുന്നെങ്കിലും സഹ്യയുടെ മനസ്സിൽ മിത്തു ശ്രീക്ക് സ്വന്തമായിരുന്നു. മകളുടെ മനസ്സ് നന്നായി അറിയാവുന്ന നീലന് ഈ വാർത്ത ഒരു ഷോക്കായിരുന്നെങ്കിലും സതി ഏറെക്കുറെ ഇത് പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു നിന്നിരുന്നത്. പക്ഷെ സഹ്യയുടെ വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയത് ശ്രീയാണ്. ദേവയ്ക്ക് ആരിനെ ഇഷ്ടമോ? അതും പണ്ടേ. മനസ്സിലത് തന്നെയും പിന്നെയും ഉരുവിട്ടുകൊണ്ടവൻ കസേരയുടെ അറ്റത്തേക്കിരുന്നു. ഒന്ന് ശ്വാസമെടുത്തതും അവൻ നിലത്തേക്ക് ഊർന്നുപോയി. മോനെ. വീഴ്ച പോലെ നിലത്തേക്കിരുന്നവനെ കാണെ നീലൻ വിളിച്ചു. ഒന്നുമില്ലച്ചാ, ശ്രദ്ധിക്കാതെ. അറ്റത്തിരുന്നോണ്ടാണ്. എന്തൊക്കെയോ കാരണങ്ങൾ തിരിയുന്നതിനെ സതി നോക്കിയിരുന്നു. ആ മനസ്സിന്റെ ഇടർച്ച അവന്റെ മുന്നേ ആ അമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു.
വേദനയോടെയാണെങ്കിലും തന്റെ ഉള്ളിലെ വേലിയേറ്റങ്ങളെ ഇതുവരെ അവൻ തിരിച്ചറിയാത്തതിൽ ആദ്യമായി അവർക്ക് ആശ്വാസം തോന്നി. സഹ്യ, മതി നിർത്തിക്കോ. മിത്തുവിന് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടൂടെ? അതിന് നീ എന്ന പെണ്ണെ കിടന്ന് നിലവിളിക്കുന്നത്. സ്വതസിദ്ധമായ ശൈലിയിൽ സതി സഹിയെ നോക്കി കളിയാക്കിക്കൊണ്ട് സിറ്റിയിൽ കയറിയിരുന്നു. അപ്പോ അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ലേ? സങ്കടോ? എന്തിന്? അപ്പു നല്ല കുട്ടിയല്ലേ, അവൾക്ക് നന്നായി ചേരുകയും ചെയ്യും. പിന്നെന്താ? സത്യമായിട്ടും വിഷമമില്ലേ? സഹിയ കണ്ണുകൾ തുടച്ച് സതിയെ തുറച്ചു നോക്കി. എന്തിനു മോളെ? അമ്മയ്ക്ക് ശ്രീയേടിന് വേണ്ടി അവളെ ഇഷ്ടമായിരുന്നില്ലേ? ഈ തവണ അവൾക്കും ദേഷ്യം വന്നിരുന്നു. സഹിയ! ശ്രീ അവളെ ദേഷ്യത്തോടെ വിളിച്ചു. കിട്ടിയല്ലോ ഉത്തരം. സതി സഹിയക്കരികിലേക്ക് ചെന്നിരുന്നു. അവൻ ഇഷ്ടമല്ലാത്ത ഒരു കല്യാണത്തിന് എന്തായാലും നമ്മൾ അവനെ നിർബന്ധിക്കില്ലല്ലോ മോളെ. പിന്നെന്താടാ? ശ്രീയേടിന് ഇഷ്ടാണമ്മേ. ഇപ്പൊ നോണ പറയുന്നതാ. സഹിയുടെ തുറന്നു പറച്ചിലിൽ സതിയും നീലനും ശ്രീയും എല്ലാവരും ശ്രീയെ തന്നെ നോക്കിയിരുന്നു. ഇവള് ചുമ്മാ പിച്ചും പെയ്യുമൊക്കെ പറയുന്നത് നിങ്ങൾ ഇതിനെ എന്നെ നോക്കി പഠിപ്പിക്കുന്നേ? വെപ്രാളത്തോടെയുള്ള അവന്റെ പറച്ചിൽ തന്നെ സതി നോട്ടം അവനിൽ തന്നെ ഉറപ്പിച്ചു. ശ്രീയേട്ടാ, അടങ്ങിയിരിക്കടി. അടങ്ങിയിരിക്കുന്നില്ല. ഞാൻ പറയാം അമ്മേ. എന്ത്? ഇന്ന് രാവിലെ നടന്ന കാര്യം. എന്ത് കാര്യം? ഒരുമിച്ചായിരുന്നു ചോദ്യം വന്നത്. നത്തിങ് സീരിയസ് അച്ഛാ. ശ്രീ സഹിയെ കവർ ചെയ്ത് പോകാനായി എഴുന്നേറ്റു. ആയിക്കോട്ടെ, പക്ഷെ എന്താ കാര്യം? മോൾക്ക് ഇത്രയും അധികം സങ്കടം വരണമെന്നുണ്ടെങ്കിൽ എന്തേലും ഉണ്ടാകാതെ വഴിയില്ലല്ലോ. നീലന്റെ ചോദ്യത്തിൽ ശ്രീ പതറി. അത് പിന്നെ അച്ഛാ, രാവിലെ ഞാൻ കാറ് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഇവള് മാട്രിമോണി പേപ്പർ എടുത്ത് എനിക്ക് ആലോചന നോക്കുന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെയും ദൂരെയാണെന്ന് ഇവൾ പരാതി പോലെ പറഞ്ഞപ്പോൾ ഒന്നുമില്ല. ശ്രീ സതിയുടെ ചോദ്യത്തിൽ ഇറിറ്റേറ്റ് ആയി എഴുന്നേറ്റു. ഏട്ടൻ പറഞ്ഞമ്മേ, ദൂരെ എങ്ങും പോകാതെ മതിലിന്റെ അപ്പുറത്തുള്ള കൂട്ടുകാരിയെ ഏട്ടൻ കെട്ടിക്കോളാം. അപ്പൊ പിന്നെ എല്ലാരും ഹാപ്പി ആവില്ലേന്ന്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണമ്മ. അല്ലമ്മേ, ഞാൻ പിന്നെയും ചോദിച്ചതാ. സഹിയ മുഖം പൊത്തി കരഞ്ഞു. മോളെ, എടി സോറി, ഞാൻ വെറുതെ തമാശയ്ക്ക്. നീ അത് ഇത്രയും സീരിയസ് ആക്കുമെന്ന് ഞാൻ കരുതിയില്ല. സോറി. അല്ലെങ്കിലും ദേവിയും ഞാനും അവൾ എന്റെ ടൈപ്പല്ല. പ്ലീസ് ഊഞ്ഞെ. ബാക്കിയൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പു എല്ലാവരും നോക്കുമ്പോൾ അവരെല്ലാം ഓരോ കാര്യത്തിൽ തിരക്കാണെന്ന് കണ്ടതും അവൻ അമ്മുവിന്റെ അടുത്തേക്ക് പതിയെ മുങ്ങി. കട്ടിൽ എന്തോ വായിച്ചുകൊണ്ടിരുന്നവളുടെ മടിയിലേക്ക് ഓടിപ്പോയി കിടന്നു. അപ്പേട്ടാ. എന്തോ? മനുഷ്യൻ പേടിച്ചുപോയി. ഓക്കെ, ശീലായിക്കോളും. എഴുന്നേൽക്ക്. അച്ചമ്മ കണ്ട നല്ലത് കിട്ടും. ആരും കാണില്ല, എല്ലാരും നല്ല തിരക്കില്ല. ഇത് ശരിക്കും കൂടുതലാണ് കേട്ടോ. അതെ, നിന്റെ കാര്യത്തിൽ ഒക്കെയും എനിക്ക് കൂടുതൽ തന്നെയായിരിക്കും അമ്മു. കാരണം നീ എന്റെയാ, എന്റെ മാത്രം. അവളുടെ കൈകളിൽ ചുംബിച്ചത് പറയുമ്പോൾ രാവിലെ അബദ്ധത്തിൽ ശ്രീയും സഖിയും പറഞ്ഞത് കേട്ടതായിരുന്നു അവന്റെ മനസ്സിൽ. അപ്പോൾ എന്നെ വായിക്കുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം എൻ്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൃഷ്ണ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.